അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടുകൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ മുഹിബീങ്ങളോട്, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. അല്ലാഹു തആല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സദഖയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു എത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആവസിയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും. മുഖ്യമന്ത്രിയോട് വളർത്താനുള്ളത് മദ്രസയുടെ സ്കൂളിന്റെ സമയം മാറ്റും. അതൊരു അരമണിക്കൂർ ജാസ്തിയാക്കുമ്പോൾ, അതുകൊണ്ട് ഈ മതരംഗത്ത് പഠിക്കണ 12 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ കൂടി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ് ഈ അവസരത്തിലുള്ളത്. അതനുസരിച്ച് അവർ പ്രവർത്തിക്കും എന്നുള്ളത് നമുക്കറിയാം. അവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശതാബ്ദിയുടെ നിറവിൽ ശോഭിച്ചു നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പാരമ്പര്യവും പൈതൃകവും കൊണ്ട് ഇതര സംഘടനകളിൽ നിന്ന് വ്യതിരിക്തമായിക്കൊണ്ട് സമുദായത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിലും ശക്തമായ ഇടപെടലുമായി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി ശക്തമായ സാന്നിധ്യമായി ശോഭിച്ചു നിൽക്കുകയാണ് സമസ്ത എന്ന സംഘശക്തി. നമുക്കറിയാം, കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ ഒരുപാട് പണ്ഡിത വരേണ്യന്മാരും അതോടൊപ്പം തന്നെ സാദാത്യങ്ങളും ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയതിലൂടെ ദിശനാശാലികളായിട്ടുള്ള ഒരു സംഘശക്തി ദിശാബോധം നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കേരള മുസ്ലിം ഉമ്മത്ത് വളരെ മികവുറ്റ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യതിരക്തമായിക്കൊണ്ട് ഘടകവിരുദ്ധമായിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അടുത്തിടെ കയറിയ ചില വ്യക്തിത്വങ്ങൾ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഈ പണ്ഡിത സഭയെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൻ്റെ തുടക്കമെന്നുള്ള നിലയിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പരിപാടിയിൽ കൺഫ്ലുവൻസ് എന്ന ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയത് നിരീശ്വര നിർമ്മിത പ്രസ്ഥാനത്തിൻ്റെ മതനിരാസത്തിൻ്റെ ദൈവനിഷേധത്തിൻ്റെ വക്താവായ സഖാവ് പിണറായി വിജയനെയാണ്. ഇത് തീർച്ചയായിട്ടും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലുള്ള പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഘടകവിരുദ്ധമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ വേണ്ടി സാധിക്കും. 6ാം നൂറ്റാണ്ട് പ്രാകൃത നൂറ്റാണ്ടെന്ന് ആക്രോശിച്ചവരും അതേപോലെ തന്നെ പ്രവാചകന്റെ തിരുശേഷിപ്പുകൾ ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞ വ്യക്തിയും, കൂടാതെ ഇസ്ലാമിക വസ്ത്രധാരണത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ ബത്തക്ക സമരവും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചവരും, ശരീഅത്ത് നിയമം പഴഞ്ചൻ സമ്പ്രദായമാണ് എന്ന് ആക്രോശിക്കുന്നവരും, മുത്തലാഖ് നിരോധിക്കണം, ഏക സിവിൽ കോഡ് നിലവിൽ വരുത്തണം എന്ന് ഒരുപാട് തവണ കേരളത്തിലും ഇന്ത്യക്കകത്തും സമരത്തിലൂടെ ആവശ്യപ്പെട്ടവർ, കൂടാതെ 80കളിൽ കേരളത്തിലുള്ള വിദ്യാലയങ്ങളിൽ നിന്ന് അറബി ഭാഷ നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടി
ഒരു കരിനിയമം നടപ്പിൽ വരുത്തിയ CPM, ഈ CPM നേതാവിനെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു പുസ്തക പ്രകാശനത്തിൽ 100ാം വാർഷികത്തിന്റെ തുടക്കത്തിലുള്ളൊരു പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് ആരെ തൃപ്തിപ്പെടുത്താനാണ്, ആരോടുള്ള വിരോധം തീർക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്ത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പ്രസംഗിക്കുമ്പോൾ കേരള മുഖ്യൻ സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് കൺഫ്ലുവൻസ് എന്നാണ് പുസ്തകത്തിന്റെ പേര് എന്നും അതിന്റെ അർത്ഥം ഒന്നിച്ചുള്ള ഒഴുക്കാണ് എന്നുള്ളതുമാണ്. ഇവിടെ എല്ലാവരെയും ഭിന്നിപ്പിക്കുകയും പാണക്കാട് സാദാത്യങ്ങളെ പങ്കെടുപ്പിക്കാതിരിക്കുകയും സമസ്തയിലുള്ള മുശാബറയിലുള്ള പണ്ഡിതന്മാരെ ഒരു വിഭാഗത്തെ പങ്കെടുപ്പിക്കാതെ നടത്തിയ ഈ പരിപാടി പിന്നെ എങ്ങനെയാണ് ഒന്നിച്ചുള്ള ഒഴുക്കായി മാറുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ പിണറായി പറഞ്ഞത് സമസ്ത 100 വർഷം പൂർത്തിയാക്കിയത് സങ്കുചിത ചിന്താഗതി ഇല്ലാത്തത് കൊണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് വളരെ ശരി തന്നെയാണ്. കഴിഞ്ഞ 100 വർഷമായി സങ്കുചിത ചിന്താഗതി ഉടലെടുക്കാത്തത് കൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മറ്റിതര സംഘടനകൾ ഒരുപാട് സംഘടന ശ്മശാന ഭൂമിയിൽ അതിൻ്റെ മീസാൻ കല്ലുയർന്നപ്പോൾ ഈ ഒരു സംഘശക്തി അതിശക്തമായ രൂപത്തിൽ മുമ്പോട്ട് പോയത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇപ്പോൾ ഈ സംഘടനയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, ഇതിൻ്റെ പാരമ്പര്യവും പൈതൃകവും കളഞ്ഞു കുളിക്കുന്നതിന് വേണ്ടി തന്നെയാണ് CPMന് വിടുവേല ചെയ്യുന്ന ഒരു പറ്റം പണ്ഡിത വേഷധാരികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾക്ക് കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അറബി ഭാഷയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചവരും ഏക സിവിൽ കോഡിന് വേണ്ടി ശബ്ദമുയർത്തിയവരും അവർ ഇല്ല എങ്കിൽ ന്യൂനപക്ഷമില്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പത്രപരസ്യം നൽകിയത് ഇത്തരത്തിലുള്ള ചില തലേക്കെട്ട് മൗലവിമാരുടെ നേതൃത്വത്തിൽ നിന്നുള്ള അറിവോടുകൂടി തന്നെയായിരുന്നു എന്ന് നമ്മൾ അന്ന് പറഞ്ഞതാണ്. ഈ സംഘടനയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം വലിയ രൂപത്തിൽ CPMന് വിടുവേല ചെയ്യുകയും അച്ചുനിരത്തുകയും ചെയ്യുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താത്ത സമസ്തയുടെ നേതൃത്വം, അതേപോലെ തന്നെ സമസ്തയിൽ കഴിഞ്ഞകാല അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അവർക്കെതിരെ നിയമ നടപടികളും ഷോക്കോസ് നോട്ടീസുകളും കൊടുക്കുന്ന സമസ്തയുടെ ഇപ്പോഴുള്ള നേതൃത്വം, കൂടാതെ CPMന് വെള്ളപൂശുകയും CPMന് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും CPM ആണ് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്ന ഏക പാർട്ടി എന്ന് പറയുമ്പോൾ അവർക്കെതിരെ ശബ്ദമുയർത്താതെ മാളത്തിലൊളിക്കുന്ന സമസ്തയുടെ നേതൃത്വം, ഇത് ആരെ പ്രീതിപ്പെടുത്താനാണ്, എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാരമ്പര്യവും പൈതൃകവും കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി, സമസ്തയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും നമ്മൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകുക. അല്ല എങ്കിൽ തീർച്ചയായിട്ടും CPMന്റെ കാൽക്കൽ ഈ ഒരു സംഘടനയെ പണയപ്പെടുത്തിക്കൊണ്ട് സ്വാർത്ഥമായിട്ടുള്ള പല കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മുക്കം ഉമർ ഫൈസിയുടെയും അതോടൊപ്പം തന്നെ സമസ്ത പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ വലിയ രൂപത്തിലുള്ള ഇടപെടലുകളുണ്ടാകും. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഏത് രൂപത്തിലാണോ സംരക്ഷിച്ചത്, അതിലും വലിയ ത്യാഗം ചെയ്തുകൊണ്ട് ഈ സംഘടനയെ കഴിഞ്ഞകാല തിളക്കത്തോടുകൂടി സംരക്ഷിക്കാൻ നമുക്ക് ഒന്നിച്ചൊന്നായി മുന്നേറാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. വാദപ്രതിയിൽ പങ്കെടുത്തോനാ അന്ന് ഞാൻ നാട്ടിൽ ദർസിലൂര 82 നാട്ടു ദർസ മൂത്തടുത്ത് അക്കാലത്ത് ഉണ്ടാവണ്. ആ 82 കോട്ടപ്പുറം സംവാദം ഞാൻ പങ്കെടുത്തോനാ. അവസാനം അങ്ങോട്ട് വാഷളായി. പിന്നെ ബദരീങ്ങൾക്കൊരു യാസീൻ മജീദ് വരുന്നാണ്ട പിരിഞ്ഞ് അങ്ങനെ ജനം വിടൂല. കാരണം എന്ത് മറുപടി അറിയാൻ കഴിഞ്ഞില്ല. ശിർക്കിന്റെ നിർവചനം എന്താന്ന് പറയാനാണ് കഴിഞ്ഞില്ല. ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയെ ചൊടിപ്പിച്ചു. നീ പറയണ കുറച്ചും കൂടി ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അതിന് എനിക്ക് നിങ്ങളാരും പേടിയില്ല. ഇവിടെ കുറച്ച് രാഷ്ട്രീയ ലോബിക്ക് അതാണ് പിടിച്ചില്ല. കാരണം വഹാബി തകരുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം അവരുണ്ടാക്കിയത് ഐക്യസംഘം ഉണ്ടാക്കിയ ആൾ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഉണ്ടാക്കിയത്. അതിലൊന്നും എഴുതപ്പുറങ്ങൾ വായിക്കരുത്. സത്യമാണല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് ആളുകൾക്ക് കച്ചവടം തീരാത്തതുകൊണ്ട് രാത്രി ആകുന്ന ഇഷ്ടമില്ലെങ്കിലും രാത്രി ആയിട്ടുണ്ടല്ലോ. പുതിയ പെണ്ണിട്ടിയ ആളുകൾക്ക് സുബയാകണ ഇഷ്ടം ഉണ്ടാവില്ല. സുബയായി എന്നുള്ള സത്യല്ലേ. സലാത്ത് ഖൈറും മിനന്നൗം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ചങ്ങായി പറഞ്ഞു. അപ്പോഴാണ് പുതിയ ഒന്നും പറഞ്ഞു. ഞങ്ങളിന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ മറ്റാക്ക്. ഞങ്ങളവിടെ സലാത്ത് ഖൈറും മിനന്നൗം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയാം. വഹാബികൾ തകർന്നത് രാഷ്ട്രീയക്കാർക്ക് സഹിച്ചില്ല. 982 ശേഷം അവർ കളി തുടങ്ങി. ആ കളിയിൽ 984-85 ആയപ്പോഴത്തേന് മാനായ ശൈഖുനാ ശംസുൽ ഉലമയെയും AP അബൂബക്കർ മുസ്ലിയാരെയും തെറ്റിച്ചു.
ആരാണ് തെറ്റിച്ചത്? ചന്ദ്രിക ദിനപത്രം. ആരാണ് ഫിത്ന ഉണ്ടാക്കിയത്? ചന്ദ്രിക ദിനപത്രം. അതങ്ങനെയാണ്, അതൊരു വസ്തുത പറയാണ്. ഇതൊന്നും ആരും കുറ്റല്ല, നേര് പറയാം. തകർന്നു, സുന്നികൾ രണ്ടായി. 980-85 ശേഷം വഹാബികളെ പ്രതിരോധിക്കുന്ന പണി നമ്മൾ നിർത്തി. നമ്മൾ തമ്മിൽ ചീത്ത പറയാൻ തുടങ്ങി. അതിനിടയിൽ അവർ വളർന്നു. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു. പണ്ട് പാണക്കാട്ട് വഹാബികൾ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പാണക്കാട്ട് തങ്ങന്മാരെ കൂട്ടത്തിലും വഹാബികൾ കയറിക്കൂടി. ഏതൊരാൾക്കെതിരെയാണോ സമസ്ത ഉണ്ടാക്കിയത് അയാളെ ജീവചരിത്രം പാണക്കാട്ടത്തങ്ങൾ പ്രകാശനം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് സമസ്തക്കാരാ ഉള്ളത്? നിനക്ക് എന്ത് അഭിമാനം 100-ാം വാർഷികം നടത്താൻ? ഇത്ര അതോഗതി 980 വരെ ഉണ്ടായിട്ടില്ല. ഇതിനപ്പുറം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും. ഞാൻ പറയും, എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, ഇനി ബാക്കി നമുക്ക് വീണ്ടും തുടരും. കാലത്തുണ്ടായിരുന്നു ബൊമ്മനും മോളിയല്ല, എന്താ പറയുക, പിന്നെ നോവലുകൾ. അത് നോവല് കുറച്ചെണ്ണം എഴുതിയാണ്ട് പറയാ തുടരുന്നു. ഞാൻ പിന്നെ തുടരും. കൂടുതൽ പറയണ്ട, ഇതൊന്നുമല്ല വിഷയം. ഇതിൻ്റെയൊക്കെ അപ്പുറമുണ്ട്. നമ്മളെ രണ്ടൂട്ടരും തെറ്റിച്ചു. ആരാ തെറ്റിച്ചത്? രാഷ്ട്രീയക്കാരെന്നാൽ വഹാബികൾ. അവരെ നന്നാക്കിയെടുക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ആ ദുരന്തം നമ്മൾ അനുഭവിക്കുക. ഇതൊന്നുമല്ല പറയാനുള്ളത്, ഇതിൻ്റെ അപ്പുറം പറയാനുണ്ട്. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ പർപ്പസ്, ബേസിക് പർപ്പസ് അതെന്താണ്? അതിന്മേൽ പണിയെടുക്കാൻ 980 ശേഷം സമസ്തക്ക്, 80-കൾ അതായത് 85 ശേഷം സമസ്തക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? തമ്മിൽ തല്ലിച്ചു. അപ്പൊ യഥാർത്ഥ ലക്ഷ്യത്തിൽ പണിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. പിന്നെ നമ്മളൊപ്പം കൂടിയ ആളുകൾ നമുക്ക് ആത്മാർത്ഥമായി പണിയെടുക്കാൻ അവർക്ക് ഇഷ്ടമല്ല. നൂറ്റാണ്ടിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരുപക്ഷെ അതൊരു സാങ്കേതികമായിട്ട് മാത്രമാണ് സമസ്ത 1926 രൂപവൽക്കരിക്കപ്പെടുന്നത്. സമസ്തയുടെ ചരിത്രത്തിന്റെ വേരുകൾ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ എത്തുന്നത് കേരളത്തിൽ എങ്ങനെയാണ് ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടത് എന്ന ചരിത്രത്തിലേക്കാണ്. ഏതാണ്ട് എല്ലാ ചരിത്രകാരന്മാരും അംഗീകരിക്കുന്ന ഒരു കാര്യം, പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഇസ്ലാം പ്രചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്ന് ഭിന്നമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 നൂറ്റാണ്ടിന് ശേഷമാണ് ഇസ്ലാം കേരളത്തിൽ വന്നത് എന്നൊക്കെയുള്ള ഭിന്നങ്ങളായ ചരിത്ര വീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും പൊതുവെ അംഗീകരിച്ചിട്ടുള്ള കാര്യം, പ്രവാചകന്റെ കാലത്ത് തന്നെ പ്രവാചകന്റെ അനുചരന്മാരാൽ കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടതാണ് ഇസ്ലാം എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ദീൻ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് നബിയിൽ നിന്ന്, പ്രവാചകനിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച ആളുകളാണ് ഈ ദീൻ ഇവിടെ ഇസ്ലാം ഇവിടെ പ്രചരിപ്പിച്ചു എന്നുള്ളത്. ഇത് ആധികാരികമായ ദീനാണ്, അല്ലെങ്കിൽ ദീനിന്റെ ആധികാരികമായ മുഖമാണ് എന്നുള്ളതിന്റെ ഏറ്റവും ഉറച്ച ഒരു തെളിവാണ് ഈ സഹാബത്തിന്റെ കാലത്ത് തന്നെ, അല്ലെങ്കിൽ പ്രവാചക അനുയായികളുടെ കാലത്ത് തന്നെ ഇവിടെ ഇസ്ലാം പ്രചരിക്കപ്പെട്ടു എന്നുള്ളത്. അങ്ങനെ തുടർന്ന് ഇസ്ലാം മഖ്ദൂമിങ്ങളിലൂടെ, വെളിയങ്കോട് മർഗാവിലൂടെ, മമ്പറങ്കൽമാരിലൂടെ അങ്ങനെ ശക്തിപ്പിച്ചു വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു പരമ്പരാഗതമായ ഈ ഇസ്ലാം ഒരു പ്രതിസന്ധിയെ നേരിടുന്നത്. ആ പ്രതിസന്ധിയെ നേരിടുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥ ദീനിനെ സംരക്ഷിക്കുകയും യഥാർത്ഥ ദീനിനെ ഉയർത്തിപ്പിടിക്കുകയും എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന 1926 ഇവിടെ. അതുകൊണ്ട് 26 സംഘടന രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത് ഒരു സാങ്കേതികമായി മാത്രം ശരിയാണ്. കാരണം ഒരു 100 വർഷത്തെ ആദർശമല്ല സമസ്തക്കുള്ളത്. അത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പാരമ്പര്യത്തിന്റെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണ് സമസ്ത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ സമസ്ത ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഈ കർമ്മശാസ്ത്ര രംഗത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സംഘടന സമൂഹത്തിൽ പ്രസക്തമാവുന്നത് എന്ന വലിയ ചോദ്യമാണ്. ഇത് സമുദായത്തിനുള്ളിൽ ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമല്ല, എന്തുകൊണ്ട് എന്ന ചോദ്യം ഉണ്ടാവുന്നു. ഒരു 100 പഴക്കമുള്ള ഒരു സംഘത്തെക്കുറിച്ച് തീർച്ചയായും എന്താണ് സമസ്തയുടെ സമകാലിക പ്രസക്തി എന്ന ചോദ്യം ഉണ്ടാവും. ഈ ചോദ്യത്തിന് ഏതാണ്ട് 40 വർഷം മുമ്പ് ഉത്തരം നൽകപ്പെട്ടിട്ടുണ്ട്. സമസ്തയുടെ ദീർഘകാലം ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷംസുൽ മുസ്ലിയാർ, അദ്ദേഹം സമസ്തയുടെ 60-ാം വാർഷിക സമ്മേളനത്തിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. കാരണം അത് അത്രയേറെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ടാണ്. അന്ന് ഷംസുൽ പറഞ്ഞു, ഇവിടെ ഈ സമസ്ത എന്ന സ്ഥാപനം എന്ന ഈ സംഘടന നിലനിൽക്കേണ്ടത് കേവലം സുന്നികളുടെയോ മുസ്ലിങ്ങളുടെയോ മാത്രം പ്രശ്നമല്ല, അത് ഇവിടുത്തെ പൊതുസമൂഹം കൂടി അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന്.
എന്നിട്ട് അദ്ദേഹം പറയുന്നു, കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദം, പരസ്പരം ഒരുമിച്ചുള്ള ജീവിതം, ഈ ദർശനം കേരളത്തിലേക്ക് സംഭാവന ചെയ്ത ഇസ്ലാമിന്റെ പാരമ്പര്യത്തിന്റെ അവസാനത്തെ കണ്ണിയാണ് സമസ്ത എന്നുള്ളത്. അതുകൊണ്ട് സമസ്തയെ നിലനിർത്തുക എന്നുള്ളത്, സമസ്തയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് കേവലം മുസ്ലിങ്ങളുടെ മാത്രം ബാധ്യതയല്ല, അത് പൊതുസമൂഹത്തിന്റെ കൂടി ബാധ്യതയാണ് എന്നുള്ളതാണ്. അത് അദ്ദേഹം പറഞ്ഞിട്ട് 40 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ വളരെ അർത്ഥഗർഭമായിരിക്കുന്നു. കാരണം ഇത് സമസ്തയുടെ പ്രസക്തി എന്ന് പറയുന്നത് എന്താണ്, സമസ്തയുടെ ആശയം എന്താണ്, സമസ്തയുടെ ആദർശം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അടിസ്ഥാനപരമായി അത് ഇസ്ലാമിക ആദർശം തന്നെയാണെന്ന് മനസ്സിലാക്കും. ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ആദർശം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ മധ്യമ സ്വഭാവമാണ്. വസതീയത്ത് എന്ന് പറയുന്നത് എല്ലാറ്റിലും മധ്യമമായ ഒരു നിലപാടെടുക്കുക, അല്ലെങ്കിൽ അത് അതിര് കവിയാതിരിക്കുക എന്നത്. അതിര് കവിയുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഏത് കാര്യത്തിലും അതിര് കവിയാതിരിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് ഈ സമുദായത്തെ ഈ പാതയിൽ ഉറപ്പിച്ചു നിർത്തുന്നത്, ഈ മധ്യമ പാതയിൽ എങ്ങനെയാണ് സമസ്ത ഇത്രയും കാലം ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ളത്, അത് ആണ് ഈ നേതൃത്വത്തിന്റെ പ്രസക്തി നിലനിൽക്കുന്നത്. നമ്മുടെ കാലഘട്ടം നമുക്കറിയാം, ഈ അതിര് കവിയലിന് എല്ലാ രീതിയിലും സാധ്യതകളുള്ള ഒരു സമുദായത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ടാകുന്നു, ഒരുപാട് പ്രകോപനം ഉണ്ടാകുന്നു. ഈ പ്രകോപനം നമ്മുടെ ഇടയിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ആ ഒരു സമയത്ത് ഈ യഥാർത്ഥമായ ദീനിന്റെ യഥാർത്ഥമായ മധ്യമ നിലപാടിനെ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത്, അണപ്പ കൊണ്ട് കടിച്ചു പിടിക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ ദീനിൽ ഉറപ്പിച്ചു നിർത്തുക എന്ന അതികഠിനമായ അത്യന്തം എന്താ പറയുക, നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ഈ ഉലമാക്കളുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കാലഘട്ടത്തിൽ അത് സാധ്യമാകും. കാരണം ഇതുപോലുള്ള എത്രയോ പരീക്ഷണങ്ങളിലൂടെ മുസ്ലിം സമുദായം കടന്നുപോയിട്ടുണ്ട്. ഖവാരിജുകളായാലും ബുർജിയാക്കളായാലും അങ്ങനെ ഒരുപാട് സംഘങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെയും ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തിയത് ഈ ഉലമാക്കളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇതാണ് സമസ്തയുടെ സാമൂഹ്യ പ്രസക്തി എന്നുള്ളത്. എന്തുകൊണ്ട് ഞങ്ങൾ സമസ്തയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതിന് ഉത്തരം ഇതാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുന്ന ഒരു യഥാർത്ഥ നിലപാട് ഇസ്ലാമിന്റെ യഥാർത്ഥമാണ് സമസ്ത എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് സമസ്തയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്, സമസ്തയുടെ കൂടെ നിൽക്കുക എന്നുള്ളത്, സമസ്തയുടെ ചരിത്രം പറയുക എന്നുള്ളത്, സമസ്ത അല്ലെങ്കിൽ ഇസ്ലാമിൽ പുറത്തു നിൽക്കുന്ന ആൾ എന്തിനാണ് ഇത്രയധികം പ്രശ്നം ഉണ്ടാകുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ചോദ്യത്തിന് ഉത്തരം ശംസുൽ ഉലമ പറഞ്ഞതാണ്, ഇത് പൊതുസമൂഹത്തിന്റെ കടമയാണ്. ആ കടമയാണ് ഞങ്ങൾ നിന്ന് നിർവഹിച്ചത്. ഈ 100 വർഷം ആഘോഷിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ ചിത്രം നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് യഥാർത്ഥമാണ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.